ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ തൃശ്ശൂർ പോവാം. തൃശ്ശൂർ ഒരു കാര്യത്തിന് പോകാമെന്ന്. അപ്പോൾ നമുക്കൊന്ന് ഗുരുവായൂർ പോവാം. അമ്പലത്തിലൊക്കെ കയറിയിട്ട് ഇന്നവിടെ സ്റ്റേ ആണ്. അപ്പോൾ വിട്ടാലോ. അപ്പോൾ ബസ് കയറാൻ പോവാം. നല്ല തണുപ്പുണ്ട്. ഒറ്റമുറി Band. I'm so മക്കളെ നമ്മളെ ട്രെയിൻ അനൗൺസ് ചെയ്തു. ഇപ്പം വരും. ഒറ്റ സമയം കേട്ടോ. പാലക്കാട് പട്ടാമ്പിത്തിട്ടോ. ഓ ഇനി ഇവിടുന്ന് ബസ് പിടിച്ച് പോകണം. ഇവിടുന്ന് എത്ര 31 കിലോമീറ്റർ ആയിട്ടാണ്. എന്താ ഈ ഫൈനലി നമ്മളിവിടെ എത്തി. ഇപ്പോൾ സമയം 1:45. ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട് ബസ്സിൽ. ഞാൻ ഇവിടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നേ. ഇപ്പോൾ ഹോട്ടൽ തപ്പി നടക്കുക. ഹോട്ടലിൽ പോയിട്ട് റൂമിൽ പോയിട്ട് വരാം. ഓക്കെ. ലാസ്റ്റ് റൂം കിട്ടി. ആർവീസ് എന്തോ ഇഷ്യൂ ആയിട്ട് ആ റൂം എനിക്ക് കിട്ടിയില്ല. ഞാൻ അവിടെ തൊട്ടടുത്തുള്ള റൂം എടുത്തു. അത് ഒരു ദിവസം നൈറ്റ് 1340 രൂപയാണ്. കുറച്ച് കത്തിയാണ്, എന്നാലും കുഴപ്പമില്ല. ഒരു ദിവസം 2 മണി വരെ ഉണ്ട്. എനിക്ക് 4:30-2:30 ട്രെയിൻ. അതുകൊണ്ട് 2 മണി വരെ ഒന്നും ഞാൻ അവിടെ നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ റൂം കാണുന്നതാണ്. ഇതൊക്കെ കൂടെ തന്ന വെള്ളം, ചൂടുവെള്ളം. ഇതാരായത് ഞാൻ. TV കുഴപ്പമൊന്നുമില്ല, റൂം ഉഷാറാണ്. ബാത്റൂം ഇതാണ്, ഹോട്ട് വാട്ടർ ഉണ്ട്, സംഭവം ഉണ്ട്, നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തന്നെ ഫ്രഷായി സെറ്റായി വരാം. ഓക്കെ. ഫോൺ ചാർജില്ല, ചാർജ് ഇടണം. അപ്പോൾ കുറച്ച് കഴിക്കണം. ഓക്കെ. ഗൈസ്, ഞാനിങ്ങനെ
ഗുരുവായൂരെത്തി. ഗുരുവായൂർ രണ്ട് കടല ഇങ്ങനെ കുറേ നേരം ഞാൻ അമ്പലനടയിൽ കൂടെ അതിലൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് സമയമായി. ഇനി നമുക്ക് ആനപ്പന്തി പോകണം. ഇവിടെ നിന്ന് 3.5 കിലോമീറ്ററൊക്കെ ഉണ്ട്. 3.5 കിലോമീറ്റർ. ഞാൻ നടക്കാനുള്ള പരിപാടിയായി. മാപ്പ് എടുത്ത് നോക്കുമ്പോൾ 40 മിനിറ്റ് നടക്കണം. നടക്കില്ല. നമുക്ക് ഓട്ടോയിൽ പോവാം. ഓക്കെ, എന്താ പറയുക, ആനക്കോട്ട. നമുക്കവിടെ കയറി നോക്കാം. ഒരുപാട് ആനകളുണ്ടാവും വിചാരിക്കുന്നത്. നോക്കാം. അവിടെ നിന്ന് ഫീസ് വേണം തോന്നുന്നു. പൈസ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. കയറി കേട്ടോ. ഒരാൾക്ക് 20 രൂപ അവിടെ. നല്ല ആനപ്പിണ്ടൊക്കെ മണക്കുന്നുണ്ട്. സൗണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുഴപ്പമില്ല. ഏറ്റവും കുറച്ച് ആൾക്കാർ കണ്ടിട്ട് വിളിച്ചിട്ട് 10-12 വരെ 1 മണി വരെ ഇതിലും ഒരുപാട് പേരുണ്ടാവുന്ന പറയുന്നത്. കുളിച്ചാനുണ്ടാവുന്ന പറയുന്നത് കേട്ടാന്ന് ഇപ്പോഴത് മനസ്സിലായി. അങ്ങനെ 11:30 കഴിഞ്ഞ സമയം. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. നാളെ തൊഴാൻ പോകണം. ഒരു 4:30 നമുക്ക് എണീക്കണം. ഉള്ളിൽ കയറിയിട്ട് ദർശനം കിട്ടിയിട്ടില്ല. ഉള്ളിൽ കയറിക്കുന്നല്ലാതെ. അപ്പോൾ നാളെ ദർശനം കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദർശനം കിട്ടും. ഓക്കെ, എൻ്റെ നാളെ ട്രെയിന് പട്ടാമ്പിയിൽ 2:30. അപ്പോൾ അത്ര സമയം നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ എന്നൊക്കെ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ